ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ. ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമിൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് ഓഫറിംഗ് ആയ ഷോമി റെഡ്മി 4 ആണ്. സോ ഷോമിൻ്റെ ഒരു ബജറ്റ് ഓഫറിംഗ് ആയ റെഡ്മി 4 നമ്മൾ ഈ ചാനലിൽ റിവ്യൂ ചെയ്തായിരുന്നു. അതൊരു വളരെ നല്ലൊരു ഫോണായിരുന്നു. ഇപ്പോൾ ഷോമി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഷോമിൻ്റെ റെഡ്മി 4 ആണ്. റെഡ്മി 4നെക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ സ്പെസിഫിക്കേഷനാണ് തരുന്നത്. ഇതിൽ HD ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ്ഡ്രാഗണിൻ്റെ 435 ഒക്ടാകോ ചിപ്സെറ്റ് ആണ്, 2 GB റാം ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ വേരിയൻസിലാണ് വരുന്നത്. ഇത് 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. ബേസ് വേരിയൻ്റ് ആയ 6999 വേരിയൻറ്റിൽ 2 GB റാമും 16 GB സ്റ്റോറേജും, അതിന് മുകളിലുള്ള വേരിയൻ്റ് ആയ 3 GB റാമും 32 GB സ്റ്റോറേജും തരുന്ന വേരിയൻ്റാണ് 8999 രൂപ. പിന്നെ അതിലും കൂടിയൊരു വേരിയൻറ്റ് 4 GB റാമും 64 GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. അതിന് 10999 രൂപയാണ്. അത് ഇപ്പോൾ അവൈലബിൾ അല്ല, അതൊരു ജൂൺ എൻഡിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 3 GB റാം 32 GB സ്റ്റോറേജ് ആണ്. ഇത് 5-inch HD ഡിസ്പ്ലേ ആണ് തരുന്നത്. സ്നാപ്ഡ്രാഗൺ 435 ഒക്ടാകോ ചിപ്സെറ്റ് ആണ്. പിന്നെ ഇതിലെ ക്യാമറ എന്ന 13 MP റിയർ ക്യാമറ, LED ഫ്ലാഷും ഉണ്ട്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ആണെങ്കിൽ 5 MP ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ 4100 mAh ബാറ്ററിയാണ്. റെഡ്മി നോട്ട് 4ഉം റെഡ്മി 3S പ്രൈമും ഒക്കെ പോലെ തന്നെയാണ് മാസീവ് കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി പെർഫോമൻസും ഇത് തരുന്നതാണ്. പിന്നെ ഇതിൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ഡ്യുവൽ സിം കാർഡ്, മൈക്രോ SD കാർഡ്, അങ്ങനെ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിന്ന് ഇത് തുറന്ന് നോക്കാം, ഫോൺ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം റെഡ്മി 4 ഡിവൈസ്. സോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ്മി 4 പോലെ പ്ലാസ്റ്റിക് ഫിനിഷ് അല്ല, ഇതൊരു ഫുള്ളി മെറ്റാലിക് കൺസ്ട്രക്ഷനാണ്. നല്ല ക്വാളിറ്റി മെറ്റാലിക് ഫിനിഷാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ്, വളരെ നല്ല ഭംഗിയും തരുന്നൊരു ഫോണാണ്. എഡ്ജസ് എല്ലാം കേർവ്ഡ് ആണ്. പവറും വോളിയം കീ റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ സിം ട്രേ വരുന്നത്. താഴെ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. മുകളിലാണെങ്കിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, റിമോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്കുമാണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതൊരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം റെഡ്മി 3Sലും റെഡ്മി 4Aലും ഫിംഗർ പ്രിന്റ് സ്കാനർ വന്നിരുന്നില്ല. പക്ഷേ ഈ ബേസ് വേരിയൻറ്റിൽ, അതായത് 6999 രൂപേൻ്റെ വേരിയൻറ്റിലും ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. റിയർ ക്യാമറ 13 MP LED ഫ്ലാഷും വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫോൺ. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി എന്തൊക്കെ വരുന്ന നോക്കാം. ഇതിനകത്ത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും മാനുവലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഇൻഫർമേഷനും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു USB കേബിളാണ്, അതായത് ഡേറ്റ സിങ്കിങ്ങും ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിളാണ് വരുന്നത്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് അഡാപ്റ്ററും വരുന്നുണ്ട്. ഇതിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4100 mAh ബാറ്ററി ഉണ്ടെങ്കിലും ഇതിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല. ഇതിൽ ഔട്ട്പുട്ട് 5V 2A ഉള്ളൂ. അതൊരു ഇപ്പോഴത്തെ 2017 ഒരു ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ക്വിക്ക് ചാർജ് 3.0 വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലൊരു ക്വിക്ക് ചാർജ് വരുന്നില്ല, ഇതിനകത്തൊരു ബേസിക് ചാർജിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ 4100 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുമെന്നാണ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്തൊരു സിം ട്രേ ഇജക്ടറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ ബോക്സ് പാക്കിങ്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് റെഡ്മി 4. ഇതിനകത്ത് MIUI 8 ആണ് വരുന്നത്. MIUI 8 നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെയധികം ഫീച്ചേഴ്സ് തരുന്ന ഒരു UI ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ബേസ് ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 6.0.1 ആണ്. അപ്പോൾ അതൊരു പുതിയ വേർഷൻ അല്ല. അത് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേണമെന്ന് ഉള്ളവർക്കാണെങ്കിൽ ഈ ഫോൺ അത്ര ഒരു മെച്ചപ്പെട്ടതല്ല. കാരണം ഇത് ആൻഡ്രോയിഡ് 6.0 ഓൾമോസ്റ്റ് 1.5 years ബാക്ക് അല്ലെങ്കിൽ 1.5 years ഓൾഡ് വേർഷനാണ്. ഇതിൽ വരുന്ന 3 GB റാമും ഉണ്ട്, 32 GB സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ MIUI 8 നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. അതായത് 2 ഇൻസ്റ്റൻസ് ഓഫ് വാട്സാപ്പ് റൺ ചെയ്യാം, ഫേസ്ബുക്ക്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ആപ്പ് ലോക്ക് ഉണ്ട്, ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് ആപ്സ് എല്ലാം ലോക്ക് ചെയ്യാം നമുക്ക്. പിന്നെ ചൈൽഡ് മോഡ്, ലൈറ്റ് മോഡ്, പിന്നെ സപ്പോർട്ട് ഫോർ തീംസ്, കുറേ തീംസ് ഉണ്ട് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഒരു കസ്റ്റമൈസബിൾ UI ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് ഒരുപാട് അധികം ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ റിമോട്ട് എന്ന് പറഞ്ഞ ആപ്പ് വളരെ ഒരു യൂസ്ഫുൾ ആപ്പാണ്. നിങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ TVയുടെയോ ACയുടെയോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ IR ബ്ലാസ്റ്റർ, അതായത് ഇവിടെയുള്ള IR ബ്ലാസ്റ്റർ വെച്ച് ഇത് റിമോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് വളരെ നല്ലൊരു ഫീച്ചറുമാണ് MIUIൻ്റെ. പിന്നെ ഇതിനകത്ത് ബാക്കി MIUI 8ൻ്റെ കുറേ ആപ്സ് എല്ലാം ഉണ്ട്. ഫയൽ എക്സ്പ്ലോറർ, നോട്ട്സ്, മ്യൂസിക് എന്ന് പറഞ്ഞ കുറേ ആപ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം.
ഇതൊരു 13 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. ഇതിനകത്തൊരു LED ഫ്ലാഷും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിലും അതൊരു 5 മെഗാ പിക്സൽ ഷൂട്ടറാണ്. പിന്നെ ഇതിനകത്ത് മോഡ്സ് എല്ലാം കാണാൻ നിങ്ങൾക്ക് ഒരുപാട് മോഡ്സ് എല്ലാം വരുന്നുണ്ട്. മാനുവൽ മോഡ്, പെനറോമ, ഓഡിയോ മോഡ്, അങ്ങനെ കുറേ മോഡ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ഫീച്ചർ റിച്ച് ആയ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഫിൽറ്റേഴ്സും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണിക്കാം ഇത് വെച്ചെടുത്ത്. അപ്പോൾ ഒരു 6999 രൂപ അല്ലെങ്കിൽ ഒരു 8999 രൂപേൻ്റെ ഫോണിന് നല്ലൊരു പെർഫോമൻസ് ആണ് ക്യാമറയിലും ഇത് കാഴ്ചവെക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ എടുത്ത ഫോട്ടോസ്, സെൽഫി ഫോട്ടോസ് ആണെങ്കിലും ലോ ലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും എബോ ആവറേജ് ഫോട്ടോസ് എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. ബട്ട് ഒരു ബഡ്ജറ്റ് ഓഫറിങ്ങിന് വേണ്ട ഒരു നല്ല ക്യാമറയാണ് ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, കാരണം പല സെഗ്മെന്റിലും പല ടൈപ്പ് ഓഫ് ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഓഫറിങ്ങിൽ ഇത് തീർച്ചയായും ഒരു നല്ല ക്യാമറയായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നേരത്തെ പറഞ്ഞ പോലെ 4100 mAh ആണ്. വളരെ നല്ല പെർഫോമൻസ് ആണ് ബാറ്ററി തരുന്നത്. ഓൾമോസ്റ്റ് 1.5 ഡേയ്സോ അല്ലെങ്കിൽ അതിലും മേളിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്, നല്ലൊരു ഡിസ്പ്ലേ ആണ്. 2.5D കേർവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം എഡ്ജസ് കണ്ടു കഴിഞ്ഞാൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രൊട്ടക്ഷൻ ഒന്നും തരുന്നില്ല, അതായത് കോർണിംഗ് ഗോറില്ല ഗ്ലാസോ അങ്ങനത്തെ പ്രൊട്ടക്ഷൻ ഒന്നും തരുന്നില്ല. പക്ഷേ ഇതിലൊരു 2.5D ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു സ്ക്രീൻ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ റഫ് യൂസ് ആണെങ്കിൽ തീർച്ചയായും സ്ക്രീൻ ഗാർഡ് നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ സ്ക്രാച്ചസോ അങ്ങനെ ബ്രേക്ക് ചെയ്യാവുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രീൻ ഗാർഡ് നല്ലതായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ് തരുന്നത്. മെറ്റാലിക് കൺസ്ട്രക്ഷനാണ്. ബ്ലാക്ക് കളറാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഒരു ഫിനിഷിങ് കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഷാമിൻ്റെ റെഡ്മി 4 അതിൻ്റെ പെർഫോമൻസ്. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് നോക്കുകയാണെങ്കിലോ ഗെയിമിങ്ങും നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 435 ഒക്ടകോർ ചിപ്സെറ്റ് നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റാണ് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അതായത് 435 ഏറ്റവും നല്ലൊരു പ്രോസറാണെന്നല്ല പറഞ്ഞത്, ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ തീർച്ചയായും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒക്ടകോർ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 435. പിന്നെ 2GB റാം ഉണ്ട്, 3GB റാം ഉണ്ട്, 4GB റാമും വരുന്നുണ്ട്. അപ്പം ഒരു വെറൈറ്റി ഓഫ് പ്രൈസ് റേഞ്ചാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് 6999, 8999, 10999. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് എന്നനുസരിച്ച് ഈ ഫോൺ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ബഡ്ജറ്റ് ഫോണാണെങ്കിൽ 6999 രൂപേൻ്റെ വേരിയൻ്റ് എടുക്കുകയായിരിക്കും നല്ലത്. ഒരു മിഡ് റേഞ്ച് ആണെങ്കിൽ 32GB തീർച്ചയായും ആവശ്യം വരുന്നുള്ളൂ. ബട്ട് നിങ്ങൾ വളരെയധികം സ്റ്റോറേജ് വേണം, കുറേ ഇപ്പോൾ പാട്ടുകളും മൂവീസ് എല്ലാം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 64GBൻ്റെ വേരിയൻ്റ് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം അത് ജൂൺ എൻഡിലേ വരുന്നുള്ളൂ. പക്ഷെ അതൊരു നല്ല വേരിയൻ്റാണ്, ഒരുപാട് ഡബിൾ ദ സ്റ്റോറേജ് ആണ് തരുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 4ൻ്റെ അൺബോക്സിങ്ങും ക്യൂക്ക് ഹാൻഡ്സ് ഓണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത് കൂടുതൽ ഡിവൈസസിൻ്റെ വീഡിയോസും അൺബോക്സിങ്ങും റിവ്യൂസും എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോൺ അവൈലബിലിറ്റി ആമസോണിലും me.com മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ പോലെ 4A റെഡ്മി നോട്ട് 4 പോലെ തന്നെ ഫ്ലാഷ് സെയിൽ മോഡലാണ് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായും എടുക്കാവുന്ന ഒരു വളരെ മികച്ച ബഡ്ജറ്റ് ഓഫറിംഗ് ആണ് റെഡ്മി 4. 10,000-ൽ താഴെ നിങ്ങളൊരു ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഫോണാണ് റെഡ്മി 4. സോ അതായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും ക്യാമറ സാമ്പിൾസും അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങളിപ്പോൾ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ കമൻസിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.